ഇപ്പോൾ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി നമ്മൾ ഈ ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചൈനയിൽ നടന്ന അവരുടെ സോണൽ മീറ്റിംഗിൽ നമുക്ക് വൈറ്റ് ബാഡ്ജ് ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് യൂണിയൻ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആ സമയത്ത് കിട്ടാതിരുന്നത് കൊണ്ടാണ് നമുക്കതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത്. അപ്പോൾ ക്ലസ്റ്ററുകളെ സംബന്ധിച്ച് അതിന് ശേഷം മുംബൈയിൽ വെഫിന്റെ മീറ്റിംഗ് നടന്നിരുന്നു. ആ യോഗത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഗവൺമെന്റിന് വേണ്ടി പങ്കെടുത്തു. നമ്മുടെ പ്രപ്പോസൽ അവിടെ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ വെഫിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിൽ തന്നെ പുതിയ ഒന്നാമതായി കേരളത്തിന്റെ ക്ലസ്റ്ററിന് ഇടം കിട്ടി എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. ഞങ്ങളവിടെ 3.5 ദിവസമാണ് കൃത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത്. 70 പരിപാടികളാണ് ഈ 3.5 ദിവസം കൊണ്ട് ഞങ്ങൾ പങ്കെടുത്തത്. അതിൽ സെഷനായിട്ട് എൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറി സെഷൻ ഉണ്ടായിരുന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറി ACSന്റെ ഉണ്ടായിരുന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉണ്ടായിരുന്നു. 4 സെഷനുകൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഇതുകൂടാതെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രധാന വേദിയിലും നമുക്ക് അവിടെ പങ്കെടുക്കാനും വിവിധ ഇൻവെസ്റ്റേഴ്സായിട്ടും രാഷ്ട്രത്തലവന്മാരായിട്ടൊക്കെ ആശയവിനിമയം നടത്താനും സഹായകരമായിട്ടുണ്ട്. നമ്മളിതിൽ പ്രധാനമായിട്ട് ഇതിനെ കണ്ടത് ഇൻവെസ്റ്റ് സമ്മിറ്റിന് മുന്നോടിയായിട്ടുള്ള റോഡ് ഷോയുടെ കൂട്ടത്തിൽ തന്നെയാണ് ഇതിനെ കണക്കാക്കിയത്. കാരണം ഒരു സിംഗിൾ പോയിന്റിൽ നമുക്ക് രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും കാണാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്നതിന് അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മുടെ സമയം അവരുടെ സമയം സൗകര്യപ്പെടണം. അത് ഒരു സ്ഥലത്തേക്ക് തന്നെ പലതവണ പോകേണ്ടി വരും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു സിംഗിൾ പോയിന്റിൽ എല്ലാവരെയും കാണുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആദ്യമായി ഒരു കേരള പവലിയൻ ഒരുക്കി. കേരള പവലിയൻ നമ്മുടെ വി ആർ ചേഞ്ചിങ് ദ നേച്ചർ ഓഫ് ബിസിനസ്, ഇതായിരുന്നു നമ്മുടെ മോട്ടോ. ബിസിനസിന്റെ ആ പ്രകൃതിയെ, സ്വഭാവത്തെ നമ്മൾ മാറ്റുകയാണ്, ഒരു റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്നതിലേക്ക് മാറ്റുന്നു. അതിനെ തുടർന്ന് നമ്മൾ ഏകദേശം 55ലധികം 1-to-1 മീറ്റിംഗ് ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കമ്പനികളായിരുന്നു. നല്ല താല്പര്യം അവരെല്ലാവരും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. MOU സൈനിങ് എന്നുള്ളത് നമ്മളും തമിഴ്നാടും ആ രീതി എടുത്തിരുന്നില്ല. കാരണം MOU സൈനിങ്ങിന്റെ ഒരു പൊതുചിത്രം നമ്മുടെ എല്ലാവരും മുൻപിലുള്ളത് കൊണ്ട് നിങ്ങൾ പിന്നെ അതിലാണ് കൂടുതൽ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് നോക്കുക. പക്ഷെ നമ്മുടെ അനുഭവം പിന്നീട് നിങ്ങളാരും പരിശോധിക്കാറില്ല രാജ്യത്തുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ആ ചോദ്യം തുടർച്ചയായിട്ട് വരുന്നത്. നമ്മളവരെ എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് വരാൻ കഴിയും എന്നുള്ള പ്രാഥമികമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. നല്ല റെസ്പോൺസാണ്. നമ്മുടെ ഒരു ഇന്ത്യൻ പവലിയന്റെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. നമ്മൾ ആന്ധ്ര, തെലങ്കാന, ഉത്തർപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര ഈ 6 സംസ്ഥാനങ്ങളാണ് അതിൽ പങ്കെടുത്തത്. കേരളത്തിന് കിട്ടിയ ഏറ്റവും നല്ല പ്രശംസ ഇപ്പോൾ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെ സംയുക്ത പത്രസമ്മേളനത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് കേരളമാണ് ഇൻവെസ്റ്റ്മെന്റിന്, കേരളം ഈ സാധ്യത ഉപയോഗപ്പെടുത്താൻ വന്നതിൽ നമ്മൾ അഭിനന്ദിച്ചുകൊണ്ട് ലോക മാധ്യമങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ നിങ്ങൾക്ക് സ്ഥലം കുറവായതുകൊണ്ട് അതൊന്നും ചിലപ്പോൾ സമയം കുറവായതുകൊണ്ട് അച്ചടിക്കാനും കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നല്ല രീതിയിൽ അത് നാഷണൽ മീഡിയയിലെല്ലാം കുറച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബഹ്റിൻ മിനിസ്റ്റർ 3 മന്ത്രിമാരുടെ സംഘം, നമ്മൾ കുറച്ച് ചെറിയ 3 മുറികളാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. അത് നമ്മളൊരു 5 കോടിയല്ലേ നമ്മുടെ അതിന്റെ ചെലവല്ലേ? 7 കോടിയാണ്. നിങ്ങൾ 10 കോടി ഞങ്ങൾ മൊത്തം വിമാനം എടുത്ത് ചാർട്ടർ ചെയ്ത് പോയെന്നൊക്കെയാണ് ചിലർ സംശയിക്കുന്നത്. 7 കോടി അതിന് ഇൻവെസ്റ്റ് ഇന്ത്യക്ക് കൊടുക്കണം. ഏകദേശം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക്, ഇൻവെസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മുടെ ആ മുറിയിലേക്ക് തന്നെ 3 മന്ത്രിമാരടങ്ങുന്ന ബഹ്റിൻ സംഘം വരികയുണ്ടായി. അവര് വളരെ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചു. ആ ഡെലിഗേഷൻ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ 21-22 നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിലേക്ക് അവർ വരുന്നുണ്ട്. പിന്നെ സൗദി ഡെലിഗേഷൻ വന്നിരുന്നു. IKGSന്റെ നമ്മുടെ വെഫിന്റെ ഡെലിഗേഷൻ അവർ വന്നിരുന്നു. അവരുമായിട്ടും നമ്മൾ അതിൻ്റെയാണ് ഈ ക്ലസ്റ്റർ എല്ലാം അതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനമായത്. അവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും, അതിന്റെ എല്ലാത്തിനും ഡീറ്റെയിൽസ് ഉണ്ട്, അവരൊന്നായിട്ട് പറയുന്നില്ല. വളരെ പോസിറ്റീവായി നമുക്ക് കേരളത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോ 21-22 നടക്കുന്ന ഈ ഇൻവെസ്റ്റ് സമ്മിറ്റിന് മുന്നോടിയായി ഇപ്പോ 48ഓളം പരിപാടികളാണ്. അത് റോഡ് ഷോ, റൗണ്ട് ടേബിൾ, കോൺക്ലേവ്. ഇന്നിപ്പോ വിഴിഞ്ഞം കോൺക്ലേവ് ആണ്. വളരെ ഞങ്ങൾ ഉദ്ദേശിച്ചതിനപ്പുറത്തുള്ള പങ്കാളിത്തമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കമ്പനികൾ ഇപ്പോൾ ഇവിടെയുണ്ട്.
ഷിപ്പിംഗ് മേഖലയിൽ. 1 നമ്പർ കമ്പനി MSC ആണ്, അവരിവിടെ ഉണ്ട്. ഇപ്പോൾ അവരായിട്ട് 1-to-1 കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അവരെല്ലാവരും വിഴിഞ്ഞം കേരളം ആകെ എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഉപയോഗിക്കാൻ കഴിയും എന്ന ചർച്ചയിലാണ്. ഇനിയിപ്പോൾ ഇന്ന് നാളെ വിഴിഞ്ഞം കഴിഞ്ഞാൽ മറ്റന്നാൾ ഞങ്ങൾ എല്ലാവരും നേരെ കണ്ണൂരിലേക്ക് പോകും. മലബാർ കോൺക്ലേവ് ഉണ്ട്. കണ്ണൂർ കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇവിടെ വരും. എയർ സ്പേസ് ഡിഫൻസ് റൗണ്ട് ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ കൊച്ചിക്ക് പോകും. എന്റർടൈൻമെന്റ് അതിന്റെ റൗണ്ട് ടേബിൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ കൊയർ, ഇങ്ങനെ പരമ്പരാഗത മേഖലയിലെ ആധുനികവൽക്കരണത്തിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് സാധ്യമാകും അത് പ്രത്യേകം നടക്കുന്നുണ്ട്. അപ്പൊ അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി നമുക്ക് ഈ ദാവോസ് സമ്മിറ്റിന് മാറ്റാൻ കഴിഞ്ഞു. അതോടൊപ്പം ഇന്ന് ക്യാബിനറ്റ് കയറ്റുമതി സംബന്ധിച്ച് നമ്മുടെ പോളിസി അംഗീകരിച്ചു. നേരത്തെ ലോജിസ്റ്റിക് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് പത്രക്കുറിപ്പിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണെന്നതുകൊണ്ട് ഞാൻ എന്റെ ഉള്ളടക്കത്തിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ നമ്മളെല്ലാവരും ഒന്നിച്ചങ്ങിറങ്ങിയാൽ കേരളം ഒരു വലിയ മാറ്റത്തിന്, ഇപ്പൊ തന്നെ കുറെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടെങ്കിൽ കുതിച്ചാട്ടത്തിന് സാധ്യമാകും. ഇവിടെ നടന്ന ഇന്നത്തെ ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ്, വളരെ കോൺഫിഡൻസോടുകൂടിയാണ് ഇപ്പോൾ കേരളത്തെ കാണുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.